ജിദ്ദയിലെ ഇന്റർനാഷണൽ ഇന്ത്യൻ സ്കൂളിലെ ഫീസ് വർധന പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് രക്ഷകർത്താക്കൾ രംഗത്തെത്തി. ഫീസ് വർധന പിൻവലിക്കാൻ തയ്യാറായില്ലെങ്കിൽ കടുത്ത നടപടികളെടുക്കുമെന്ന് ഇവർ പറഞ്ഞു. വിദ്യാർത്ഥികളും സമരരംഗത്തുണ്ട്. ജിദ്ദയിലെ ഇന്റർനാഷണൽ ഇന്ത്യൻ സ്കൂളിലെ ഫീസ് വർധനവിനെതിരെ പല ഭാഗങ്ങളിൽ നിന്നും ശക്തമായ പ്രതിഷേധമുയർന്നിട്ടും ഭീമമായ ഫീസ് വർധനവ് പിൻവലിക്കാനോ കുറയ്ക്കാനോ സ്കൂൾ അധികൃതർ ഇതുവരെ തയ്യാറായിട്ടില്ല. അതിനിടെ ഫീസ് വർധനവിൽ പ്രതിഷേധിച്ച് സ്കൂൾ വിദ്യാർത്ഥികളും രംഗത്തുവന്നു. ഫീസ് വർധനവിനെതിരെ ഇവർ സ്കൂളിൽ ലഘുലേഖ വിതരണം ചെയ്തു. വർധനവ് രക്ഷിതാക്കൾക്ക് കനത്ത സാമ്പത്തിക ബാധ്യതയുണ്ടാക്കുമെന്ന് അഭിപ്രായപ്പെട്ട വിദ്യാർത്ഥികൾ സ്കൂളിലെ പ്രധാനാധ്യാപകൻ വിദ്യാർത്ഥികളുടെ വ്യക്തിപരമായ കാര്യങ്ങളിൽ അനാവശ്യമായി ഇടപെടുന്നതായി ആരോപിച്ചു. ഫീസ് വളരെ ചുരുങ്ങിയ രീതിയിൽ കൂട്ടിക്കൊണ്ട് തീർച്ചയായും വികസനം അവർക്ക് നടത്താവുന്നതാണ്. ഈ ഒറ്റയടിക്ക് ഇപ്പൊ നമ്മളെ ഇപ്പോൾ 11th and 12th 9th to 12th ബ്ലോക്കിന് 230 ഉണ്ടായിരുന്ന ഫീസ് 300 റിയാൽ ഒറ്റയടിക്ക് ഇവർ കൂട്ടിയിരിക്കുകയാണ്. 70 റിയാലാണ് ഇവർ കൂട്ടിയിരിക്കുന്നത്. ഇതിന് ഒരു വിധത്തിലും ന്യായീകരണം ഇല്ല. പേരൻസിന്റെ ഇൻകം ആണെങ്കിലും അവരുടെ കിട്ടുന്ന വരുമാനത്തിൽ നിന്ന് അവർ കുറച്ച് ശതമാനം മാത്രമേ മാറ്റിവെക്കുന്നുള്ളൂ. ആ മാറ്റിവെക്കുന്നത് നിന്ന് ഇപ്പോൾ അവർക്ക് തികയാതെ വരുന്നുണ്ട്. പുതിയ ഈ പ്രധാന അധ്യാപകൻ ഈ നിയമം കൊണ്ടുവന്നിട്ട് 80% പിള്ളേരെ ഈ ഫ്ലീറ്റ് ഇല്ലാത്ത പാന്റ് ഫ്ലീറ്റ് ഉള്ളതായി പുതിയത് വാങ്ങണം എന്ന് പറഞ്ഞിരിക്കുന്നു. സൗദി അറേബ്യയിൽ നമ്മൾ താടി വെക്കുന്നതിൽ യാതൊരുവിധ തെറ്റും പറയാൻ പാടില്ല. അപ്പൊ ഈ അധ്യാപകൻ താടി വെക്കുന്നത് തന്നെ അദ്ദേഹത്തിന്റെ എന്തോ പ്രശ്നമുണ്ട്. ഞങ്ങളെ താടി വെക്കാൻ അനുവദിക്കുന്നില്ല. ഇന്ത്യൻ സ്കൂളിനെ പിൻപറ്റി മറ്റു സ്കൂളുകളിലെ ട്യൂഷൻ ഫീസും ഇന്ത്യൻ സ്കൂളിലേക്ക് സ്വകാര്യ സർവീസ് നടത്തുന്ന സ്കൂൾ ബസ്സുകളുടെ ഫീസും വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ജലീൽ കണ്ണമംഗലം, ഏഷ്യാനെറ്റ് ന്യൂസ്, ജിദ്ദ.